ഈ കാണുന്നതാണ് അഞ്ച് തെങ്ങ് ഫോർട്ട്. അതേപോലെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. ആ ഫ്രണ്ടിൽ പോകുന്ന കോളേജിലാണ് നമ്മുടെ ബാക്കി സാറന്മാരും പയ്യന്മാരും പോകുന്നത്. പക്ഷെ ഈ വെയിലത്ത് നല്ല ചൂടാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഡച്ച് കപ്പലുകൾ വരുമ്പോൾ ഡച്ച് കപ്പലിന് വലിയൊരു ഗൈഡൻസ് ആയിരുന്ന ഒരു സംഭവം ലൈറ്റ് ഹൗസും ഫോർട്ടും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡച്ച് കപ്പൽ കടലിന്റെ അടിയിലുണ്ട്. കാണാൻ പറ്റുള്ളൂ അത് ഡൈവിംഗിനും പോയ ആൾക്കാർ കണ്ടുപിടിച്ചു. ആക്ച്വലി പണ്ടേ കണ്ടുപിടിച്ചതാ. പക്ഷെ എന്തോ കൊണ്ടോ അതിനെ കുറിച്ച് കൂടുതൽ നടത്തുന്നില്ല. ആക്ച്വൽ റീസൺ അവര് പറയുന്നത് കൂടുതൽ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിഷിങ്ങിനെയും മീൻകാർക്ക് അതിന് താല്പര്യമില്ല. മീൻകാരൻ മനഃപൂർവ്വം അധികം ഹൈപ്പ് കൊടുക്കാതെ വെച്ചിരിക്കുന്ന അവർക്കും അറിയാം. കടലിന്റെ അടുത്തിട്ടിനെ കുറിച്ച് കുറച്ചുകൂടി നല്ലോണം മണ്ടനിൽ ഒരു അഭിപ്രായം പറയേണ്ടതാണ്. ഡൈവ് ചെയ്യണം. ഡൈവ് ചെയ്താലേ അതിനകത്ത് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഡൈവ് ചെയ്യാൻ ചിലപ്പോൾ പാടാ. പക്ഷേ ഈ സാധനം അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് നല്ലതല്ലേ വരും. ഇല്ല, വല്ല ആർക്കിയോളജിക്കൽ ഇതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തത് ട്രാവലിംഗ് ഇതെല്ലാം ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെ വന്നാലും നമ്മൾ 5 തെങ്ങ് ഫോർട്ട് സ്കിപ്പ് ചെയ്തു. വേറെ ഒന്നുമല്ല, ഈ വെയിലത്ത് അവിടെ അതിൽ കയറി കഴിഞ്ഞാൽ പണി വേണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് വേറെ ആരെങ്കിലും 5 തെങ്ങിൽ പോയതിന്റെ ഒരു യൂട്യൂബ് ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതെ അതെ, കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോ പിന്നെ അവർക്ക് സെർച്ച് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അവരുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. നഷ്ടപ്പെട്ടു പോയ ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ബീച്ചിന്റെ സൈഡിലുള്ള. അടുത്ത ഗാനം ആലോചിക്കുന്നത് റെയ്മണ്ട് ജാനി ഏഞ്ചൽ. തുടങ്ങും പാട്ട് റെഡിയല്ലേ? പിന്നെ നീ എന്തിനാ തുടങ്ങോളം പറഞ്ഞു? എനിക്ക് അറിയാന്നുള്ളൊരു പാട്ടുണ്ട്. റെഡി 1 2 3 തുടങ്ങും. തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്രമണി ദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്രമണി ദീപം നീട്ടി പാരിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. പാരിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. കൂരിരുൾ മാറാല വീഴും മനസ്സിന്റെ കൂരിരുൾ മാറാല വീഴും മനസ്സിന്റെ മച്ചിലെ ശ്രീദേവിയായി. മംഗളപ്പാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ വിളക്കായി. കഴിഞ്ഞ ആദ്യത്തെ രണ്ടടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ കൊമ്പടുക്കൂലിട്ട് വണ്ടി കൈലാസം പ്രൈവറ്റ് ബസ് അതനുസരിച്ച് വണ്ടി സ്പീഡ് കൂടുന്നു. കാവടിയാടുമീ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ അതിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. വാവ്, ഈ ഒരു സ്ട്രെച്ച് നോക്കിയാൽ നല്ല സ്ട്രെയിറ്റ് സ്ട്രെച്ച്, ഒറ്റ അടിക്ക്. നല്ല വെയിലാണ്. അതേപോലെ തന്നെ കടലൊക്കെ നല്ല ശാന്തമായിരിക്കുന്നു. നല്ല അതേസമയം ഇവന്റെ പാട്ട് കാരണം ഇപ്പൊ ഒറ്റ വക പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഒരു പാട്ട് പാടിക്കോളാൻ നമ്മൾ പറഞ്ഞു, അതിനുശേഷം ഇവൻ നിർത്തുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ചെയ്യണം എന്നൊരു പിടിയില്ലാതിരിക്കണം. നടക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഈ റോഡ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇതാ ഇവിടെ പണി നടക്കുകയാണ്. ഡീപ്പ് എക്സ്കവേഷൻ. വലിയ എക്സ്കവേറ്റർ ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അയ്യോ, റോഡ് വളരെ മോശം. ചെറിയ സ്ട്രെച്ചാണ്. ഇതിൽ
പള്ളി. നിർത്താതെ പാടി അവന്മാര് ഹോസ്റ്റലിൽ എല്ലാം എന്നെ എടുക്കല്ലേ, അമ്മരെയൊക്കെ എടുക്കും. എന്താ ഇത്? നിന്റെ വായന മാത്രമേ എനിക്ക് നാണം വരും, നാണം വന്നു. നിന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തന്നെ എടുത്തോണ്ടിരിക്കുന്നത്. തുറക്കില്ലടാ പട്ടി. അവസാനം പറയുന്നത് എപ്പോഴും ഒരേ സാധനം. നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത വെറൈറ്റി കഥയാണ് ഞാൻ പറയുന്നത്. തടസ്സം എന്താ ചെയ്യുന്നത്? പെയിന്റ് അടിക്കുന്ന അല്ല, ട്രെയിൻ പോകുന്ന ഗ്യാപ്പിൽ റെയിൽവേ ക്രോസിംഗ്. ഗേറ്റ് അടച്ചിരുന്നു. അതെ, അതുകൊണ്ട് അത് ആ ഗ്യാപ്പിൽ പെയിന്റ് അടിക്കുന്നു. നമ്മളൊരു റെയിൽവേ ക്രോസിംഗ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കഴിയുന്നവരെ. അതേസമയം അവരവിടെ അവർ ടാർ ഒഴിക്കുകയാണ് അവിടെ. കണ്ടാ എടേ, ടാർ ഒഴിക്കുന്ന പറയുമ്പോൾ ഇത് പൊങ്ങുമ്പോഴത്തേക്കും പോകത്തില്ല അവിടെ പോവില്ലെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ പോകും നമ്മള്? കാര്യം ടാർ ഒഴിക്കുകയാണെങ്കിൽ ഈ കാറിന്റെ ടയറിൽ എത്ര ടാർ ഒട്ടും. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ട് വരട്ടെ. അറ്റകുറ്റപ്പണി നടക്കുന്നത് ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതാണ്. സോ അപ്പൊ ഈ വഴി വണ്ടി പോവില്ല. അവരവിടെ ടാർ ഒഴിച്ചോണ്ടിരിക്കുന്നു. കാർ എന്തായാലും അതിലോട്ട് കാറിന്റെ ടയറിൽ എത്ര ടാർ. എന്ത് പരിപാടി അവതരിപ്പിക്കാൻ വന്നാലും ഇങ്ങനെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബ്ലോക്ക് കാണും. അത് നമുക്ക് മസ്റ്റാണ്. ബ്ലോക്കുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതെ അതെ. ഇടിച്ച് പറപ്പിച്ചു പോയി. എന്താണ് ഇതിങ്ങനെ? അതാണ് ഇവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ. ഈ വണ്ടികളൊക്കെ എങ്ങോട്ടാ പോകണം? അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, വെറുതെയാണ് നിങ്ങൾ പോകുന്നത്. ഇയാള് ബാക്കിലോട്ട് ഇല്ല. നീ എന്നെ പറഞ്ഞോട് പോയില്ല. നീ കുറച്ച് ലെഫ്റ്റ് കൂടെ അവൻ പോകും. പോയടാ സ്ഥലം. അവൻ പോട്ടെ അയാളും പോട്ടെ. എന്നിട്ട് റൈറ്റ് പിടിച്ച് കയറി. നമ്മുടെ പിള്ളേരാണ്. നമ്മളെ പിള്ളേര്. ആ, നീ കേറ്. എന്നിട്ട് നീ പറ, ജനലതാക്ക്. അതുവഴി പോകത്തില്ല. ബ്ലോക്കാണ് ബ്ലോക്കാണ്. പോവില്ല. ഹലോ. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്ത് അവര് നമ്മുടെ ഫ്രണ്ടില് വണ്ടിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മള് ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് നമ്മുടെ യാത്രകളുടെ പ്രത്യേകത. നിങ്ങൾ 2 വർഷം മുമ്പുള്ളത് കണ്ടാലും അറിയാം. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. റെയിൽവേയുടെ ഗേറ്റ് അടക്കാനുള്ള സ്ക്രിപ്റ്റ് സ്ട്രെങ്ത് നമുക്കായിട്ടില്ല. അത്രയും വലിയ സ്ക്രിപ്റ്റ് നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. അയ്യോ, അതെ. ഇത് നിക്കറിലെ വള്ളി പോലെ ഇങ്ങനെ പിണഞ്ഞു കിടക്കുവാണ്. ഞങ്ങൾ അഴിച്ചെടുക്കാൻ 1000 വ്യൂ നേരെ 10 വീലോട്ട് തൽക്കാലം നമ്മളിവിടെ ബീച്ചിൽ ഇറങ്ങാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കുകയാണ്. പക്ഷേ അന്യായ വെയിലാണ്. എന്താവെന്ന് അറിയൂടാ. ഇവിടെ ഇറങ്ങാൻ എന്തായാലും കുറച്ച് എന്തെങ്കിലും കുടിക്കണമെന്ന് വിചാരിച്ച് കുറച്ച് നേരമായി. ഇവിടെ ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എന്ന് നമ്മളും വിചാരിച്ചു. വണ്ടി നേരെ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. കുറച്ചിവിടെ സൈഡിലായിട്ട് ഒതുക്കിയിടാന്ന് വിചാരിച്ചു. കുറച്ച് റോഡ് മോശമാണെങ്കിലും നൈസായിട്ട് ഇവിടെ ഒതുക്കിയിടാം. കുറച്ച് തണലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. ഈവനിങ് ഇവിടെ അടിപൊളിയായിരിക്കും അല്ലേ അളിയാ? ഈവനിങ് ഇത് സൂപ്പർ സ്ഥലമായിരിക്കും. കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ്സ്, കുറച്ച് ലാംപ്സ് ഒക്കെ വെച്ചിരുന്നെങ്കിൽ പൊളിയാണ്. ഇവനെന്താ വണ്ടി തെങ്ങിന്റെ അടി കൊണ്ടിട്ടത്? യാറവൻ ഇവിടെ ഒരു കല്ല് കിടക്കുന്നു. നമ്മളിവിടെ കാപ്പിൽ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിടാം വണ്ടി. എന്നിട്ട് ബാക്കി എല്ലാവരും മീറ്റ് ചെയ്യാം. ഒതുക്കി ലെഫ്റ്റ് റൈറ്റ് ഇട്. വേറെ വഴിയില്ല. പുറത്തിറങ്ങി എല്ലാവരും മീറ്റ് ചെയ്യാം.
Hello, my boys. Hello, Kanti Kutta. Sir. ഉണ്ട് നല്ല വയറായി. സാർ എന്തുണ്ട് വിശേഷം? അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ ഈ വർഷത്തെ പൊളിക്കാൻ നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് സാർ വിഷയം? ഇത് എൻ്റെ വ്ളോഗാണ്. ഒരു ഹായ് പറയൂ. ഇത് നമ്മുടെ സ്വന്തം അശ്വിനി സാറാണ്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ ഗെറ്റ് ടുഗദറിൽ സാറില്ല. സാറിന് വേറെ എന്തോ ഒരു ഇത് കാരണം വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം സാറുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. വീഡിയോ ഉണ്ടോ പുതിയ? ഞാൻ കണ്ട്. ഹലോ മൈ ബായ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ലല്ലോ, ചുമ്മാ ഒരു രസം. എനിക്കിഷ്ടമാണ്. ഇപ്പോഴും ഫുട്ബോൾ നിലനിർത്തണ ഒരേ ചെറുക്കൻ മാത്രമേ. എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല. എനിക്ക് നിന്റെ ഇങ്ങനെ കിട്ടണം. മെയിൻ കണ്ടന്റ് ആണ്. നമ്മള് ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് നമ്മൾ വന്നത്. എന്നിട്ട് ഈ റോഡിന്റെ അങ്ങ് അറ്റം വരെ പോയി യൂ ടേൺ എടുത്ത് ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒട്ടിച്ച് ഇവിടെ പാർക്ക് ചെയ്തു. തിരിച്ച് നമ്മൾ ഇതിൽ തന്നെ പോകും. വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. ഞാൻ എന്താ ഈ കല്ല് കയറി, ഈ കല്ലിൽ ഇവിടെ ഇങ്ങനെ കുറേ കല്ല് വെച്ചിട്ടുണ്ട് ഈ ബീച്ചിൻ്റെ സൈഡിൽ, അവിടെ മുതൽ ഇവിടം വരെ. പക്ഷെ ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടക്കാച്ച് വ്യൂ കിട്ടും. കാണിച്ചു തരാം. പക്ഷേ സൂക്ഷിക്കണം. കാലിൻ്റെ ഇടയിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ. കാലിടയിലാവാതെ മാത്രം നോക്കണം. പണിപ്പാട്. വെയിലാണ്, നല്ല വെയിലാണ്. പക്ഷേ നമ്മളൊന്നും അറിയുന്നില്ല. ഹായ് പറ. ഇവിടെ വരുന്നൊന്ന് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യും. നമ്മൾ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റ്. ഇത് എനിക്കെൻ്റെ ഷർട്ട് കാണുമ്പോൾ അറിയാം. നല്ല കാറ്റാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത വൈബ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇത്രയും വെയിലുണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഈ കാറ്റ് കാരണം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ കല്ലിൻ്റെ ഇവിടെ ഇങ്ങനെ തിരയടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ട് ഇങ്ങനെ ക്ലിഫും കാണാം. എനിക്കത് അങ്ങ് കാണുന്ന വർക്കല ക്ലിഫായിരിക്കും അല്ലേ? ഞാൻ കാണുന്നത് വർക്കല ക്ലിഫാണ്, അങ്ങ് അറ്റത്ത് കാണുന്നത്. യെസ്. അപ്പോൾ നമ്മുടെ 2024 റീയൂണിയനിലുള്ള ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരാൾ കൂടെ വരാനുള്ളൂ. ജയകുമാർ സാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാക്കി ചാൻഡ് ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഒരാൾ കൂടെ എത്തുന്നുണ്ട്. സുജിത് സാറാണ്. പുള്ളി നേരിട്ട് റിസോർട്ടിൽ വരും. പുള്ളിയുടെ വീട് കൊല്ലത്തിന് ഡയറക്റ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിൽക്കുന്ന ഒരു കാപ്പിൽ ബീച്ച് സൈഡിൽ അടിപൊളി നല്ല കിടക്കാച്ചി കാറ്റ് അടിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇപ്രാവശ്യത്തെ റീയൂണിയൻ നമ്മൾ അടിപൊളിക്കില്ല. റീയൂണിയൻ സാർ മിസ്സായി. സാറിന് വേറെ എന്തോ ഒരു ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരിക്കൽ കൂടി റീയൂണിയനിൽ ഞാനും റീയൂണിയനാണ്. സാറ് നമ്മുടെ ഡ്രോയിങ് സാറാണ്. അടിപൊളിയായിട്ട് വരയ്ക്കും. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിടിലായിട്ട് വരയ്ക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഭാഗ്യം. നമുക്ക് എല്ലാ മേഖലകളിലും വളരെ സ്കിൽസ് ഉള്ള സാറുമാരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ഭാഗ്യം. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ മീറ്റപ്പ്, അത് കഴിഞ്ഞിട്ട് ലഞ്ചാണ് സാർ പരിപാടി. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സുജിത് സാർ അവിടെ വരുമെന്നാണ് പറഞ്ഞത്, അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂരാണ് സുജിത്ത്. അതെ. എന്താണ് അതിൽ കിടക്കുന്നത്? ചിപ്പിയാണോ?
ചെറിയ കക്ക അതാണ് ചിപ്പി. മറ്റേ സംഭവമില്ലേ അത്? ജെല്ലി ഫിഷ്. അതെ അതെ, ജെല്ലി ഫിഷ്, ലൈവ് ജെല്ലി ഫിഷിനെ നമ്മൾ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. കിട്ടില്ല. അതേപോലെ ഇവിടെ അത്ര ഈ ചിപ്പി കക്ക ഇതൊക്കെ കിടക്കുകയാണ്. കൊള്ളാം കൊള്ളാം. മരിച്ചു ഇല്ല, മൂവ് ചെയ്യുന്നുണ്ടോ അത്? ഇല്ലേ, ഇല്ലല്ലോ, മൂവ് ചെയ്യുന്നു. അത് ഇങ്ങനെ ആക്കുന്നുണ്ട്. ജെല്ലി ഫിഷിനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ കുട്ടി മീനുകൾ. അതെന്തായാലും അപ്രതീക്ഷിതമാണ്, പ്രതീക്ഷിച്ചതല്ല. ഒരു ചെറിയ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കാപ്പിൽ ബീച്ചിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ അമീർ ഖാൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സൈഡിൽ കായലും അപ്പുറത്ത് കടലുമാണ്. അമീർ ഖാന്റെ മറ്റേ ഏത് സിനിമ? ലാൽ സിംഗ് ചദ്ദ. അതിന്റെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് സാർ ടാറ്റു ചെയ്തിരിക്കുന്നത്. തത്വമസി സംസ്കൃത്. ഇപ്പുറത്ത് പിന്നെ ഫുട്ബോൾ. പഠിക്കുന്ന കാലത്ത് ടാറ്റു കൊണ്ടുവരികയോ കമ്മലിടുക ഇതെല്ലാം ഉണ്ടായിരുന്നേ തൂക്കിയെടുത്താൽ സ്വന്തമായിട്ട് ചെയ്തപ്പോ ഒന്നും ചെയ്യാൻ ഒരുപാട് സ്വാതന്ത്ര്യമാണ് പി ടി സാറിനോട്. പക്ഷെ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടായിരിക്കും പോകുന്നത്. ആരും ചോദിക്കില്ലല്ലോ. ഫുൾ സ്ലീവ് ഷർട്ട്, ഇൻ ഷർട്ട് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലത്ത് ഇതായിരുന്നു കുഴപ്പം. വളയിടുകയോ മാലയിടുകയോ ചെയ്താൽ എല്ലാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂമിൽ കൊണ്ടുപോയിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളെ പിള്ളേരെല്ലാം നല്ല ഹൈറ്റ്സിൽ എല്ലാവരും ഭയങ്കര സെറ്റപ്പായിട്ട് നിൽക്കുന്നു. അവിടെ ഇറങ്ങിയിട്ടുള്ള ഒരു ആളും പോലും മോശമായിട്ടില്ല. അതൊക്കെ നമുക്ക് അഭിമാനമാണ്. നമുക്ക് ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ഇതിൽ പരം സന്തോഷം എന്താണ്, എല്ലാവരും ജർമ്മനി, ഓരോരുത്തർ ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ വിളിക്കുന്നു, നമ്മളെ സംസാരിക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ശരിക്കും നമ്മളെ നാളെ മരിച്ചാലും നമ്മളെ ഓർക്കുന്ന കുറേ പേരുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ അതുപോലെ കറക്റ്റ് ചെയ്യും. പിന്നെ സ്ട്രെച്ചിങ് ഫ്രണ്ട് എല്ലാം 10 മിനിറ്റ് കുടിക്കാമാണ്. സോഡ സർബത്ത് കുടിച്ച് റിവ്യൂ പറയുന്നതാണ്. സോ ഈ ചൂടത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. കാരണം അത്രയ്ക്ക് ചൂടാണ്, പറയാതിരിക്കാൻ പറ്റാത്ത അത്ര ചൂടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സർബത്ത് കുടിക്കണം. നന്നാരി സർബത്ത് ഈ ചൂടത്ത് കുടിച്ചപ്പോൾ അടിപൊളി, കിട്ടില്ല റിഫ്രഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫീല്. ഇതല്ലേ എടുക്കേണ്ടത്. ഞങ്ങൾ നിർത്തി. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് ആരും കേട്ടില്ല. നമ്മൾ ഈ ബീച്ചിൻ്റെ തന്നെ തൊട്ട് സൈഡിലുള്ള ഈ ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്നാണ് സർബത്ത് കുടിച്ചത്. നല്ല സർബത്തായിരുന്നു. അപ്പം അവിടെ കുറച്ച് തണലുണ്ട് ഈ തെങ്ങിൻ്റെ ഇവിടെ ആയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ചെറിയ ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചെറിയ സെൽഫി സെഷനാണ് നടക്കുന്നത്, ഫോട്ടോ സെഷൻ. അത് നമ്മളെ രോഹിത്ത് ഗിംബലൊക്കെ കൊണ്ടുവന്ന് ഫുൾ സെറ്റപ്പിലാണ്. ഇത് ബാക്കി നമുക്ക് ഇവിടെ നോക്കാം. അല്ലേ രോഹിത്, എങ്ങോട്ടാണ് ഇനി അടുത്ത് പോകുന്നത്? ഷാപ്പല്ലേ? ലൊക്കേഷൻ അറിയാവോ? അവിടെ മയ്യനാട് താനി ഷാപ്പിലോട്ട്. മയ്യനാട് താനി ഷാപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. വെള്ളം അടിക്കാനല്ല, ഫുഡ് കഴിക്കാനാണ്, ലഞ്ച് കഴിക്കാനായിട്ട്. നല്ല ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഓ താനിയല്ല, തന്നിയാണ്. തന്നിയാണോ താനിയാണോ തണ്ണിയാണോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു ഷാപ്പ് മയ്യനാടാണ് ലൊക്കേഷൻ. അങ്ങോട്ടാണ്